വീട് വാടകയ്ക്ക് എടുക്കണോ അതോ സ്വന്തമായിട്ട് വാങ്ങണോ? 30 വയസ്സായതിനു ശേഷം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചോദ്യമാണ് ഇത്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിയോ അല്ലെങ്കിൽ നാട്ടുകാരോ നമുക്കിടയിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായിട്ട് വരുന്നുണ്ടാവും. അതായത് നിങ്ങൾ വീട് വെച്ചോ ഇല്ലയോ എന്നുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ 30 വയസ്സ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് ഒരു ലെവലിലേക്ക് എത്തുന്നത്. അതല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു ചിന്തയുണ്ടാവും. അതായത് ഇനി അടുത്തത് വീട് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡിസിഷനിൽ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് ഇർഷാദ്. വെൽക്കം ടു മാർക്കറ്റ് ഫീഡ്. ചെറുപ്പകാലം മുതൽ തന്നെ നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും കേട്ടുവരുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കോ പോകുമ്പോൾ ആ വീട് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ പോലത്തെ ഒരു വീട് ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ വീട് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നതോ അല്ലെങ്കിൽ അഭിമാനപരമായിട്ട് കാണുന്നതായിട്ടുള്ള ഒരു കൾച്ചർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. അതുമല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവും അല്ലെ. അതായത് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു വീട് കെട്ടണമെന്ന ആഗ്രഹമായിട്ടുള്ള ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെ ഉണ്ട്. സ്വന്തമായി വീടുണ്ടാവുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഒന്നാമതായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കംഫർട്ടബിൾ അല്ലേ. നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ആ വീടിന്റെ പെയിന്റിന്റെ കളർ എന്തുണ്ടാവണം, ഫർണിച്ചേഴ്സ് എന്തുണ്ടാവണം, വാർഡ്രോബ്സ് എങ്ങനെയായിരിക്കണം, അതെന്തെങ്കിലും മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ പെർമിഷൻസും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കംഫർട്ടബിൾ ആണ് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം അല്ലേ. രണ്ടാമതൊരു കാര്യം സോഷ്യൽ സ്റ്റാറ്റസ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. എങ്കിലും നമ്മുടെ കാര്യങ്ങൾ നമ്മളെക്കാൾ നന്നായിട്ട് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ നാട്ടുകാരോ കൂട്ടുകാരോ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്കിടയിൽ ഒരു ധാരണയുണ്ട് സ്വന്തമായിട്ട് വീടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് കുറച്ചും കൂടി ഹയർ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് സോഷ്യൽ സ്റ്റാറ്റസും ഇതിലെടുക്കാവുന്നതാണ്. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത് സമ്പാദിക്കാൻ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ വരുമാനത്തിൽ നിന്നും അനാവശ്യമായിട്ടുള്ള EMIക്കോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചെലവുകളിലേക്ക് പൈസ പോവാതിരിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബക്കാരോ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിനു വേണ്ടിയിട്ട് ഒരു വീട് വാങ്ങുക, അതിന്റെ ലോൺ അടച്ചിട്ട് നമ്മൾ ലോൺ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു അസറ്റ് ഉണ്ടാവും എന്നുള്ളത്. നാലാമതായിട്ടുള്ള കാര്യം നമുക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും ഓൾഡ് റെജീമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷന്റെ ക്ലാസ്സിലൂടെ നമുക്ക് ഇതിൽ ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അഞ്ചാമതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ഇതിനെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. അടുത്തത് വാടകയ്ക്ക് വീട് വാങ്ങുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് നമുക്ക് EMI എന്ന് പറയുന്ന ഒരു ബേർഡനേ ഇല്ല. നമുക്ക് നമ്മുടെ വാടകയായിട്ടുള്ള ഒരു എമൗണ്ട് മാത്രം അടച്ചാൽ മതി. കാരണം EMIയിൽ വരുന്ന ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കില്ല വാടക. വാടക എന്ന് പറയുന്നത് അതിനേക്കാളും കുറഞ്ഞൊരു എമൗണ്ട് തന്നെ ആയിരിക്കും. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം ഈസി ടു റീലൊക്കേറ്റ്. അതായത് നമുക്ക് ഏത് സ്ഥലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സ്ഥലം മാറണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ജോബിന്റെ ആവശ്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ആവശ്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ബെറ്റർ കരിയർ അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ കാര്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നത് നോക്കുമ്പോൾ വാടകയ്ക്ക് വീടെടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ അദ്ദേഹത്തിന് മാറാൻ പറ്റുന്നതാണ്. മാത്രമല്ല വെളിയിൽ പോയി സെറ്റിൽഡ് ആവണം അല്ലെങ്കിൽ പുറം രാജ്യത്ത് പോയിട്ട് ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാടകയ്ക്കാണ് നിങ്ങൾ വീടെടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ആലോചിക്കാതെ ആ തീരുമാനങ്ങളിലേക്ക് എടുക്കാവുന്നതാണ്. മൂന്നാമതായിട്ടുള്ള കാര്യം മെയിൻ്റനൻസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അതെല്ലാം നമ്മുടെ ഹൗസ് ഓണർ നോക്കി കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെയും ഒരു ബേർഡൻ വരുന്നതായിരിക്കില്ല. നാലാമതായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് HRA ഉപയോഗിച്ചിട്ട് ടാക്സ് സേവിങ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാവരുടെ സാലറിയിലും ഇതിനൊരു ചെറിയൊരു സ്ലാബ് ഉണ്ടാവും. അറിയാത്ത ആൾക്കാരെ നിങ്ങളുടെ HR-ഉമായിട്ട് സംസാരിച്ചാൽ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരുടെ മനസ്സിലും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും, സ്വന്തമായിട്ട് വീട് വാങ്ങണോ അതോ വാടകയ്ക്ക് വീട് എടുക്കണോ എന്നുള്ളത്. തീർച്ചയായിട്ടും സ്വന്തമായിട്ട് വീട് വാങ്ങുക എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഒരിക്കലും സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുന്നതിനെ മോശമായിട്ട് കാണാനോ അല്ലെങ്കിൽ അതിനെ ചിത്രീകരിക്കാനോ ഉള്ള ഒരു സംഭവമേ അല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യലി ആൻഡ് ലോജിക്കലായിട്ട് നല്ലൊരു ഡിസിഷനിലേക്ക് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ 2 എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം.
ആദ്യം തന്നെ നമ്മളൊരു വീട് റെന്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എക്സ്പെൻസസ് ആയിരിക്കും നമുക്ക് വരിക എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ നോക്കാം. ഈ ഒരു ടേബിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ റെന്റിന് ഒരു വീട് എടുക്കുമ്പോൾ തന്നെ ഡിഫറെന്റ് വാല്യൂസ് ഉണ്ട്. നമുക്കിവിടെ ഒരു ആവറേജ് ഫിഗർ എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 BHK സിറ്റിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപയാണ് നമ്മൾ റെന്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ എടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടാക്സ് സ്ലാബ് 30% അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് വിചാരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ HRന്റെ ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് 17,500 രൂപയായിരിക്കും മാസാമാസം റെന്റ് വരുന്നത്. 17,500 ഇൻറ്റു 12, അതായത് ഒരു കൊല്ലത്തേക്ക് എടുക്കുമ്പോൾ 2,10,000 രൂപയാണ് നമുക്ക് റെന്റ് ആയിട്ട് നമ്മുടെ ഭാഗത്ത് നിന്നും ചെലവ് വരുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഓരോ വർഷവും 5% വെച്ച് ഇൻക്രിമെന്റ് നമ്മുടെ റെന്റിൽ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 15 വർഷത്തേക്ക് ഈ റെന്റ് തുക നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഫിഗർ 45,31,498 രൂപയായിരിക്കും നമുക്ക് 15 വർഷം കൊണ്ട് അടയ്ക്കേണ്ടി വരുന്ന റെന്റ് തുക എന്ന് പറയുന്നത്. എന്നാൽ ഇതേ സമയത്ത് നമ്മളൊരു വീട് സ്വന്തമായി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. റെന്റിന് എടുക്കുന്ന സെയിം 2 BHK എന്ന് പറയുന്ന പ്രോപ്പർട്ടി തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം അതിന്റെ മാർക്കറ്റ് വാല്യൂല് വരുന്നത് ഒരു 80 ലക്ഷം രൂപയായിരിക്കും. അതിൽ തന്നെ 85% അല്ലെങ്കിൽ 95% നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോൺ ലഭിക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കാൻ പോകുന്നത് 15% ഡൗൺ പേയ്മെന്റ് അടച്ച് ബാക്കിയുള്ള തുക EMI ആയിട്ട് നമ്മൾ എടുക്കുന്നു എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15% 12 ലക്ഷം രൂപയാണ് നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം തന്നെ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ബാക്കി വരുന്ന തുക 68 ലക്ഷമായിരിക്കും. പൊതുവെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് ഇൻട്രസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8% ഇവിടെ എടുക്കാം. 8% 15 വർഷത്തേക്ക് നമ്മൾ EMI ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന തുക 64,984 രൂപയാണ്. നേരത്തെ പറഞ്ഞ പോലെ 30% ടാക്സ് ലാബിലാണ് നമ്മൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റിന്റെ 30% നമുക്ക് ഡിഡക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഒരു ഇൻട്രസ്റ്റ് തുക എന്ന് പറയുന്നത് 5.6 എന്നുള്ള നിരക്കിലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസാമാസം നമ്മൾ അടയ്ക്കേണ്ട EMI എന്ന് പറയുന്നത് 55,923 രൂപയായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ 15 വർഷത്തേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് തുക തന്നെ 32,66,172 ലക്ഷം രൂപയാണ് നമുക്ക് വരുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു ചെലവാണ് മെയിൻ്റനൻസ്, അല്ലെ? അതായത് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കുമ്പോൾ അതിന്റെ മെയിൻ്റനൻസിന്റെയും കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. അത് ഏകദേശം 0.3% എന്നുള്ള നിരക്കിൽ എടുക്കാം. അതോടൊപ്പം തന്നെ ഓരോ വർഷവും 5% വെച്ചിട്ട് ഈ ഒരു മെയിൻ്റനൻസ് ഫീസിൽ അല്ലെങ്കിൽ ഈ ഒരു മെയിൻ്റനൻസ് എമൗണ്ടിൽ കൂടുതൽ വരുമെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നത് 5,34,578 രൂപയായിട്ടാണ്. ഇനി വ്യക്തമായിട്ട് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരുന്നത് നമ്മൾ നോക്കുമ്പോൾ വീടിന്റെ കോസ്റ്റ് ആയിട്ടുള്ള 80 ലക്ഷത്തിനോടൊപ്പം തന്നെ ഈ മെയിൻ്റനൻസ് കോസ്റ്റും ഇൻട്രസ്റ്റ് കോസ്റ്റും കൂടി നമ്മൾ ടാലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ടോട്ടൽ ചെലവ് എന്ന് പറയുന്നത് 1,18,750 രൂപയായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി സ്വന്തമായിട്ട് വീട് വാങ്ങുമ്പോഴും വാടകയ്ക്ക് വീട് എടുക്കുമ്പോഴും എത്രത്തോളം കോസ്റ്റ് ആണ് വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് രണ്ടിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസിഷൻ പാർട്ടിലേക്ക് കിടക്കാം. ഡിസിഷൻ പാർട്ടിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ വ്യക്തമായി നോക്കേണ്ടത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് നമ്മളൊരു വീട് സ്വന്തമാക്കുന്നത് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിലേക്കും ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന റിട്ടേൺസും കൂടി നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായിട്ട് ആദ്യം റെന്റ് എടുക്കാം. താമസിക്കാൻ വേണ്ടിയിട്ട് വീട് റെന്റിന് എടുക്കുന്ന സമയത്ത് നമുക്ക് 12 ലക്ഷം രൂപയുടെ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ആ 12 ലക്ഷത്തിന് നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഒരു ലോങ് ടേമിലേക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് നോക്കുമ്പോൾ നമുക്ക് EMI എന്ന് പറഞ്ഞ് അടയ്ക്കുന്ന വലിയൊരു എമൗണ്ടിന്റെ ആവശ്യം റെന്റ് എടുക്കുമ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ EMIക്ക് അടയ്ക്കുന്ന 55,000 രൂപയിൽ നിന്നും റെന്റ് തുകയായിട്ടുള്ള 17,500 രൂപ കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് 38,423 രൂപ ഒരു SIP ആയിട്ട് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ലംസം ആയിട്ട് ഡൗൺ പേയ്മെന്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ EMI തുകയിൽ നിന്നും റെന്റ് തുക മാറ്റിയിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ SIP ആയിട്ട് വെക്കുന്നു. മാർക്കറ്റിൽ തന്നെ ഏകദേശം 12% ഒരു മ്യൂച്വൽ ഫണ്ട് ബേസിക് ആയിട്ട് തരുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടിന്റെയും റിട്ടേൺസ് എത്രയാണ് വരുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. 15 വർഷം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 12 ലക്ഷം എന്ന് പറയുന്ന ഡൗൺ പേയ്മെന്റ് 72 ലക്ഷം വരെ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവും. അതോടൊപ്പം SIP ആയിട്ട് നമ്മൾ വെച്ച 38,000 രൂപ എന്ന് പറയുന്നത് ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,91 ലക്ഷത്തിനടുത്തോളം വർദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത രണ്ട് തുകയും നമ്മൾ കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,64 ലക്ഷത്തിനടുത്തോളം വരും.
എന്നാൽ ഇവിടെയും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മാസാമാസം കൊടുക്കുന്ന റെന്റ് എമൗണ്ട് എത്രയാണ് 15 വർഷത്തിന് എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നും മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2,18,00,000 ആയിരിക്കും നമുക്ക് ലഭിക്കുന്ന ടോട്ടൽ എമൗണ്ട്. ഇനി സ്വന്തമായിട്ടൊരു വീട് വാങ്ങുമ്പോൾ അതിൽ എന്തൊക്കെ അപ്രിസിയേഷൻ ആണ് നമുക്ക് ലഭിക്കുന്നുണ്ടാവുക എന്നുള്ളത് നോക്കാം. 80 ലക്ഷത്തിന്റെ ഒരു വീട് നമ്മൾ വാങ്ങിച്ചല്ലോ, ഇതിന്റെ അപ്രിസിയേഷൻ ഏകദേശം 7% ആണെന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 15 വർഷത്തേക്ക് ഇതിന്റെ അപ്രിസിയേഷൻ വാല്യൂസ് എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 2,21,00,000 അടുത്തായിരിക്കും. എന്നാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇൻക്രിമെന്റിന്റെ പെർസെന്റേജ് 7 ആണ്. എന്നാൽ ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും, അതിനനുസരിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ തുകയിൽ നിന്നും നമുക്ക് വന്നിരിക്കുന്ന എക്സ്പെൻസസ് മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. വീട് വാങ്ങുമ്പോൾ ഉപയോഗിച്ച 80 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് എമൗണ്ടും മെയിൻ്റനൻസ് എമൗണ്ടും മൈനസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് വരുന്നത് 1,03,00,000 ആണ്. ഇവിടെ തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വാടകയ്ക്ക് വീട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് വീട് സ്വന്തമായി വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതിന്റെ ഇരട്ടിയാണ് എന്നുള്ളത്. എന്നാൽ ഇത് ജനറലൈസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതല്ല. സ്വന്തമായിട്ടൊരു വീട് വാങ്ങുക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകുക എന്ന് പറയുന്നത് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അതൊരു പ്രൗഡ് മൊമെന്റ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീട് വാങ്ങുക എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ളതോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതല്ല നമ്മളിവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഏറ്റവും നല്ല ഡിസിഷനോടുകൂടി എങ്ങനെ ഇത് സ്വന്തമാക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇത് എങ്ങനെ നമ്മുടെ ഡിസിഷനിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുക. കാരണം വീട് വാങ്ങുക, വീട് വെക്കുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വീട് കെട്ടാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ഒരു വീട് കെട്ടാൻ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഫിനാൻഷ്യലി നമ്മൾ സ്ട്രോങ് ആവുന്ന സമയത്താണ്. അപ്പോൾ ഈ 15 വർഷമൊക്കെ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ 15 വർഷം വെയിറ്റ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്രത്തോളം നീട്ടുക. എന്നിട്ട് ഇതുപോലുള്ള ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി യൂസ് ചെയ്യുക. അതായത് ഒട്ടും പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 വർഷമോ 3 വർഷത്തേക്കെങ്കിലും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഒന്ന് നീട്ടി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ 25 വയസ്സ് 30 വയസ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കാളും വളരെ കൂടുതലായിരിക്കും നമ്മൾ കുറച്ചു കാലം അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഇത് തുടങ്ങുന്ന സമയത്ത്. കാരണം നമുക്ക് ഓരോരുത്തർക്കും വീട് വെക്കുക എന്ന് പറയുന്നത് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വീട് വാങ്ങണം എന്നുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് വീട് വാങ്ങണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തേണ്ടത്. ഇനി അതല്ല, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. റെന്റൽ ഇൻകം ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അപ്രിസിയേഷൻ വാല്യൂസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും സിറ്റി ടു സിറ്റി ഏറ്റവും കൂടുതൽ തരുന്നത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് തന്നെയാണ്. ഈ വീഡിയോനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ഫിഗർ ആണ്. ഓരോ സ്ഥലത്തിലും ഇത് മാറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള വാല്യൂസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോടൊപ്പം തന്നെ ഒരു എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വാല്യൂസ് അതിൽ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കാൽക്കുലേഷൻസ് ആണ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾഡ് ടാക്സ് റെജീമിന് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ടാക്സ് ലാബും ഡിഡക്ഷൻസും എല്ലാം നോക്കിയിരിക്കുന്നത്. പുതിയത് അതായത് ന്യൂ ടാക്സ് റെജീം ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഡിഡക്ഷൻസ് അവൈലബിൾ അല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളൊരു ഡിസിഷൻസ് എടുക്കാൻ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴെല്ലാം ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ ഏത് ടാക്സ് ലാബിലാണ് വരുന്നത് അതിനനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡിസിഷനിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺക്ലൂഷനിലേക്ക് നമുക്ക് കടക്കാം. വീട് സ്വന്തമായിട്ട് വാങ്ങുമ്പോഴും അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴും ഉണ്ടാവുന്ന ഡിഫറൻസും അതിൽ വരുന്ന റിട്ടേൺസിനെ കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കമന്റ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങളാണ് ജഡ്ജ് ആവേണ്ടത്. ഇത്രയും മനസ്സിലാക്കിയത് വെച്ചിട്ട് നിങ്ങൾക്ക് പേഴ്സണലി ഇതിൽ ഏതാണ് നല്ലൊരു തീരുമാനമായി തോന്നുന്നതെന്ന് വെച്ചാൽ അത് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. ഇനി ഇതുപോലുള്ള മറ്റൊരു കിടിലം വീഡിയോയുമായിട്ട് കാണുന്നത് വരെ